ഗുഡ് മോർണിംഗ്. ഡിപ്രഷൻ ആങ്സൈറ്റി ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, നമ്മളും ആ വീട്ടിൽ ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മാത്രം എന്താ ആങ്സൈറ്റിയും ഡിപ്രഷൻ എന്ന്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ഫാക്ടേഴ്സ് സെയിം ആണെങ്കിലും അതിനുള്ള ജെനറ്റിക്കൽ പ്രീ ഡെപ്പോസിഷൻ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. അതിനുള്ള ടെൻഡൻസി, ഇൻഹെറിറ്റഡ് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ സസ്പെക്ടിലിറ്റി അതൊക്കെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് സെയിം സ്ട്രെസ് ഉണ്ടാവുമ്പോഴും ഒരു വ്യക്തിയിലും വ്യത്യസ്തമായി നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഡിപ്രഷനോട് കൂടെ തന്നെ നമുക്ക് ആ ഡിപ്രഷനോട് നമ്മുടെ ടോളറൻസ് ലെവൽ ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. ഒരു സെയിം സിറ്റുവേഷനോട് ഒരാൾക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വ്യത്യസ്തമായിരിക്കും, വൾണറബിലിറ്റി വ്യത്യാസമായിരിക്കും. ഈ തരം കാര്യങ്ങളാണ് ഡിപ്രഷന് നമുക്ക് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായി ഇരിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ഒരു വ്യക്തി ഒരു സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്ന സെയിം രീതി ആയിരിക്കില്ല മറ്റു വ്യക്തികൾ. ഇതിൻ്റെ പ്രതിരോധ ശേഷി, വൾണറബിലിറ്റിയും ടോളറൻസ് ഒക്കെ വ്യത്യാസം. അപ്പോൾ ഇത് മൊത്തത്തിൽ കണക്ക് കൂട്ടിയിട്ടാണ് ഓരോ വ്യക്തിയിലും ഇതിൽ എഫക്റ്റ് ആവുന്നത്. അപ്പോൾ ഒരാളെ ഒരേപോലെ ട്രീറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഒന്നാണെങ്കിലും ഓരോ വ്യക്തികൾ ആ സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. കാരണം അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്